നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒട്ടനവധി സോഫ്റ്റ്വെയർ മേഖലയിലെ വിദ്യാർത്ഥികൾ ജോലി നോക്കുന്ന ഒരു മേഖലയാണ് PHP അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള പൊസിഷൻ. ഒട്ടനവധി കമ്പനികൾ ഈ മേഖലയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുമുണ്ട്. PHP വളരെ കാലമായി റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. എങ്കിലും ഇപ്പോഴും PHP ഡെവലപ്പേഴ്സിന് ആവശ്യം വളരെയധികം ഉണ്ട്. ഒട്ടനവധി കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ PHPയോടൊപ്പം ഫുൾ സ്റ്റാക്ക് മേഖലയിലും നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനവധി അവസരങ്ങൾ ഉണ്ട്. ഇൻഫോ പാർക്കിലെ ഒരു മികച്ച കമ്പനി നൽകുന്ന PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ മേഖലകളിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് സമയത്തിനുള്ളിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു മിനിമം അനുഭവ പരിചയമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോ പാർക്കിലെ ഒരു പ്രമുഖ കമ്പനിക്കാണ് PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനെ ആവശ്യമുള്ളത്. ദദാര ഇ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവർക്ക് PHPയിലും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലും കേപ്പബിലിറ്റി ഉള്ളവരെയാണ് ആവശ്യമുള്ളത്. 2 മുതൽ 3 വർഷം എക്സ്പീരിയൻസ് വരെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ളവരെയാണ് ഇവർ നോക്കുന്നത്. അതിനകത്ത് പ്രത്യേകമായി അവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് കോഡ് ഇഗ്നൈറ്റർ അല്ലെങ്കിൽ ലാരവൽ പോലെയുള്ള PHP ഫ്രെയിംവർക്കുകളെക്കുറിച്ച് ഒരു ധാരണയുള്ളവരായിരിക്കണം. അതുകൂടാതെ പോസ്റ്റ് MySQLലും ഒക്കെ നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം PHP ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് MySQLിലൊക്കെ നല്ല ധാരണയുണ്ടാവും. പോസ്റ്റ് അല്ലെങ്കിൽ SQL മേഖലകളിലൊക്കെ പൊതുവേ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു കേപ്പബിലിറ്റിയൊക്കെ വളർത്തിയെടുത്തിട്ടുള്ളവരായിരിക്കണം. പിന്നെ ഗിറ്റ് ഉൾപ്പെടെയുള്ള വേർഷൻ കൺട്രോൾ ടൂൾസിനെ കുറിച്ചും നല്ല ഒരു ഐഡിയ വേണം. ഡോക്കറിൽ ഉള്ള എക്സ്പീരിയൻസ് അവർ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോൺ വെബ് ക്ലൗഡ് വെബ് സർവീസസ് AWSലുള്ള ഒരു കേപ്പബിലിറ്റി വേണം. അഷ്വർ പോലെയുള്ള ഏതെങ്കിലും ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൽ ഉള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗിറ്റ് ലാബ്സ്, റണ്ണർ സർക്കിൾ, CI തുടങ്ങിയ ടൂൾസിൽ ഉള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യാം. ഇൻഫോ പാർക്കിലെ തപസ്യ ബിൽഡിങ്ങിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ പേര് ദദാര ഇ ട്രേഡേഴ്സ് എന്നാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഒരു കേപ്പബിലിറ്റി, അതായത് 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എന്നാൽ അത്യാവശ്യം PHPയിലൊക്കെ നല്ല കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിലിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക, നിങ്ങളുടെ റെസ്യൂമെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്കുള്ള എക്സ്പെർട്ടൈസ് എല്ലാം, പ്രത്യേകിച്ച് ഇവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന PHPയും ഫുൾ സ്റ്റാക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്യൂമയ്ക്കകത്ത് പറയുമ്പോൾ PHPയുമായി ബന്ധപ്പെട്ട് ഫുൾ സ്റ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആ റെസ്യൂമെ ഒന്ന് ബിൽഡ് ചെയ്യുക. പലരും ചെയ്യുന്നത് ഇതിനു മുമ്പ് PHP അറിയാമായിരിക്കും, ഫുൾ സ്റ്റാക്ക് അറിയാമായിരിക്കും, പക്ഷേ മറ്റ് മേഖലയിലായിരിക്കും അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എല്ലാം ആ മേഖലയ്ക്ക് പോകും. PHP ഫുൾ സ്റ്റാക്ക് എന്ന് ഓരോ വരിയിൽ മാത്രം എഴുതി വെക്കും. അപ്പോൾ അത് കാണുമ്പോൾ, ആ റെസ്യൂമെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ട് എന്ന് തോന്നാൻ സാധ്യതയില്ല. അതുകൊണ്ട് റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മേഖലയിൽ താല്പര്യമുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്കിലും PHPയിലും നല്ല ഐഡിയ ഉള്ളവരാണ് എങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ റെസ്യൂമെ ഒന്ന് ബിൽഡ് ചെയ്യണം. പ്രൊഫഷണൽ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ രണ്ടാമത്തെ കുറച്ച് താഴേക്ക് മാറ്റി, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഫുൾ സ്റ്റാക്കിലും PHPയിലുള്ള കഴിവുകൾ, അതിൽ ചെയ്ത പ്രോജക്റ്റുകൾ, അതിൽ നിങ്ങൾക്കുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, റിയൽ ടൈം പ്രോജക്റ്റുകൾ ചെയ്തത്, ഇതിനു മുമ്പുള്ള കമ്പനികൾ ചെയ്ത പ്രോജക്റ്റുകളുടെ ഒരു സ്റ്റൈല്, ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ആ റെസ്യൂമേൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ജനുവരി 30 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 30th of January 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഒരു ഇമെയിൽ ID ഇവരുടെ തരുന്നുണ്ട്. ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇവരുടെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വെബ്സൈറ്റ് ലിങ്ക് കണ്ട് അവരെക്കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ഒന്നിലധികം വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡിനെ കുറിച്ചാകാം, തൊഴിലന്വേഷകർക്ക് ആവശ്യമുള്ള ടിപ്സ് ആകാം. അപ്പോൾ ഇത്തരം പല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തും. Once again, thanks for watching this video and wish you all the best.